നമ്മളെങ്ങോട്ട് പോകുന്നത്? ഹലോ ഗായ്സ്, നമ്മൾ മൂകാംബിക പോവാണ്. അപ്പോൾ അതേ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. അങ്ങനെ ഇതേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മളിനി ലഗേജ് നമ്മൾ കാറിൽ വെക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഇതേ നമ്മൾ കാറിൽ വെച്ചു. അപ്പോൾ അതേ നമ്മൾ ഓൾ സെറ്റാണ്. അപ്പോൾ അതേ നമ്മളിനി ഉറങ്ങാൻ പോവാണ്. അപ്പം ഗുഡ് മോർണിംഗ്. അപ്പം 5:20 ഞാൻ 5:20 എണീറ്റത്. അപ്പോൾ എണീറ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് നമ്മളിനി റെഡി ആവാൻ പോവാണ്. അങ്ങനെ ഇതേ കുളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആവണം. അതും ഇതേ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ രാവിലെ കഴിച്ചത് ഉപ്പുമാവായിരുന്നു. അങ്ങനെ ഇതേ ഉപ്പുമാവും പഴവും കഴിച്ചു. ഇനി നമ്മൾ ബാഗൊക്കെ ഇതേ നമ്മൾ സെറ്റാക്കി. അങ്ങനെ ബാഗൊക്കെ കാറിൽ വെച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ജീൻസും ടോപ്പുമായിരുന്നു ഞാൻ ഇട്ടത്. അങ്ങനെ ഇതേ അച്ചേട്ടനും ചേച്ചിയും വ്ളോഗ് എടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഇതേ നമ്മൾ പോവാണ് ഗായ്സ്. അപ്പോൾ അതേ നമ്മൾ 6:30 or 6 o'clock ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി. രാവിലെ ആവണേ ഉള്ളൂ കേട്ടോ. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറങ്ങിയത്. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോവാണ്. എനിക്ക് തോന്നുന്നു കൂട്ടാളിയുടെ ആ ഒരു വഴിയാണ് നമ്മൾ പോയത്. പേരാമ്പ്ര ആ റൂട്ടായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ അതേ നമ്മൾ പോവാണ് ഗായ്സ്. പാട്ടൊക്കെ കേട്ട് നമ്മൾ പോവാണ്. ഇപ്പം നമ്മൾ മാഹി ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, സൈഡിലൊക്കെ ഫുൾ റോഡ് പണി ആയതുകൊണ്ട് തന്നെ ഫുൾ പൊടിയും മണ്ണും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതേ നമ്മളൊരു പാലത്തിൻ്റെ ചോട്ടിൽ കൂടിയാണ് പോകുന്നതും. ഇതും എനിക്ക് തോന്നുന്നു ആ ഒരു മാഹി ആ ഒരു സ്ഥലത്തിലുള്ള ഒരു കുറേ റോഡുകളാണ്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്നൊക്കെയോ ചുറ്റി നമ്മളിതേ പോവാണ്. ഇതൊരു പാലത്തിൻ്റെ അടിയിൽ കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. ഈ സർവീസ് റോഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ നമ്മളൊരു റോട്ടിൽ കയറിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല. അപ്പോൾ അതേ നമ്മൾ ഇപ്പം പോവാണ്. അപ്പോൾ അതേ ബോർഡിലൊക്കെ കിലോമീറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ റോഡ് ഒരു ടോൾ റോഡാണെന്ന് തോന്നുന്നു. കറക്റ്റ് പ്ലേസ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതേ നമ്മൾ പോവാണ്. അപ്പോൾ അതേ നമുക്ക് ഫാസ്റ്റാഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സൈഡിൽ നിർത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റാഗ് റെഡിയാക്കുകയാണ്. ആ ചേട്ടനത് ഫാസ്റ്റാഗ് റെഡിയാക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ആ ചേട്ടനും ഭാവിയും ചേച്ചിയോ ഒക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പം റോഡൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയതുകൊണ്ട് എങ്ങോട്ടാണ് എന്താ പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നമ്മളൊരു ടോൾ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ടോളിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ടോളിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ടോളിൻ്റെ ആ ഒരു ഭാഗത്ത്. കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മെല്ലിയാന്ന് തോന്നുന്നു ടോളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്നു. എനിക്ക് തോന്നുന്നു ഈ ടോള് മാഹി ആ ഒരു സ്ഥലത്തുള്ള ടോളാണെന്ന് തോന്നുന്നു. 2-3 ടോൾസൊക്കെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടോളായിരുന്നു. ഫസ്റ്റ് ഓർ സെക്കൻഡ് ടോളായിരുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സോ നമ്മൾ ഇപ്പോൾ പോവാണ്. നമ്മൾ അത്യാവശ്യം അവിടെ നിന്നു. അപ്പോൾ നമ്മൾ ടോളൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. പോവുകയാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഏരിയയിലാണ് തോന്നുന്നു എത്തിയത്. അപ്പോൾ നമ്മൾ ട്രെയിന് പോകുന്ന സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് ഗായ്സ്. ട്രെയിനൊക്കെ കണ്ടിട്ട് പോവാണ്. ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കൂടെ ട്രെയിൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി ഗായ്സ്. എനിക്ക് തോന്നുന്നു ഇത് ബ്ലോക്കാണോ ഇനി ട്രാഫിക് ഏരിയ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ
ബ്ലോക്കിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആനന്ദഭവൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു മാഹി ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പം നമുക്ക് ആദ്യം വെള്ളമാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ നെയ്റോസ്റ്റ് വന്നു. നെയ്റോസ്റ്റും സാമ്പാറും ചമ്മന്തിയും പിന്നെ ചായയും ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ആദുമ്മി ഇവിടെ വെള്ളത്തിൽ കളിക്കുകയാണ്. ആദുമ്മി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഫുഡ് കഴിപ്പിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോവാണ് ഗായ്സ്. ഇപ്പം അത്യാവശ്യം ചൂട് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവാണ്. നല്ലൊരു അടിപൊളി പാലമൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളവും ഒക്കെ കണ്ടിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ പോയി പോവാണ് ഗായ്സ്. ഇങ്ങനെ നമ്മൾ ഓരോ കഥ പറച്ചിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. കുറേ സമയം അവിടെ നിന്ന് വന്നു. അപ്പോൾ നമ്മൾ കാറൊരു സൈഡിൽ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയതാണ്. അങ്ങനെ അമ്മ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ പോയതാണ്. അമ്മയും അച്ഛനും ഭാവിയൊക്കെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ആദുമ്മി ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ടോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോള് അപ്പോൾ നമ്മൾ അടുത്ത ടോളിൽ കയറി ഗായ്സ്. എനിക്ക് തോന്നുന്നു ഉടുപ്പി ആ ഒരു സ്ഥലത്താന്ന് തോന്നുന്നു ടോള് കണ്ടത്. ഇവിടെ ഉടുപ്പി ടോളിന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉടുപ്പി ആ ഭാഗത്തുള്ള ടോളാണ്. അപ്പോൾ നമ്മൾ ടോളിൻ്റെ അവിടെ കയറുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി അവിടെ റെഡ് ലൈറ്റ് കണ്ടു. ഇനിയിപ്പോൾ അത് ഗ്രീൻ ആവണം. അപ്പോൾ ഗ്രീനായി ഗായ്സ്. ഇനി നമുക്ക് പോകാം. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഗായ്സ്. പപ്പടവും പിന്നെ തക്കാളിയും പിന്നെ കയ്പ പൊരിച്ചതും ഒക്കെ കഴിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ആദ്യമേ ഇതവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് ഗായ്സ്. ഇങ്ങനെ നോക്കിയിട്ടൊക്കെ. സോ നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ച് മെല്ലെ നമ്മൾ പോവാണ് ഗായ്സ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 മണി 3 മണി ആ ഒരു ടൈം ആയിരുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മൾ പോവാണ് ഗായ്സ്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അത്യാവശ്യം ചൂടില്ലായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു ചൂട്. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലോക്കാണോ ഇനി ട്രാഫിക്കാണോ എന്ന് എനിക്കറിയില്ല. ബ്ലോക്ക് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇപ്പം റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ലൊരു അടിപൊളി റൂട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പുറവും ഇപ്പുറമൊക്കെ ഒരു സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാനുള്ളൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് കുറേ നേരം ഉറങ്ങി. ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് യാത്ര ചെയ്യുമ്പം. അപ്പോൾ നമ്മൾ പോവാണ് ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിയത്? എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പ്ലേസൊന്നും അറിയില്ല കേട്ടോ. അതാണ് പ്ലേസിൻ്റെ നെയിമൊന്നും പറയാത്തത്. എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല. കുറേ കോളേജസും സ്കൂൾസും പിന്നെ അതൊക്കെ കണ്ടിരുന്നു. അത്യാവശ്യം ടെമ്പിളൊന്നും കണ്ടിട്ടില്ല. ടെമ്പിൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഉടുപ്പി ആ ഒരു ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു കുറേ ടെമ്പിൾസ് കണ്ടത്. അപ്പോൾ നമ്മളിപ്പം ഏതൊരു റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കറക്റ്റ് പ്ലേസ് എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് മൂകാംബിക റൂട്ടിലേക്ക് നമ്മൾ കയറിയിട്ടോ. ഇത് മൂകാംബിക റൂട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ അപ്പുറം ഇപ്പുറം കുറേയൊക്കെ
കാട് പോലത്തെ ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയെന്ന് തോന്നുന്നു മൂകാംബിക ആ റൂട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പെട്രോൾ പമ്പ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ കുറേ ദൂരെ എത്തിയപ്പം കാട് പോലത്തെ സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നു മൂകാംബിക റോഡൊക്കെ കുറേയൊക്കെ കാടായിരുന്നു. രാത്രിയൊക്കെ ആനയും പിന്നെ മങ്കീസും ഒക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതേ നമ്മൾ മൂകാംബിക ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ബോർഡറാണിത്. അപ്പം നമ്മൾ ബോർഡറിലേക്ക് കയറുകയാണ് ഗായ്സ്. അങ്ങനെ ഇത് നമ്മൾ ബോർഡറിൽ കയറി. ഇവിടെയും അത്യാവശ്യം ഇരുട്ടായിരുന്നു. നമ്മൾ മൂകാംബിക എത്തുമ്പം തന്നെ രാത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഒരു വൈകിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ മൂകാംബിക എത്തി. അപ്പോൾ അതേ നമ്മൾ മൂകാംബിക എത്തി ഗായ്സ്. എനിക്ക് തോന്നുന്നു 6:30 ആകുമ്പോൾ മൂകാംബിക എത്തി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അതേ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പുറവും ഇപ്പുറവും ഒക്കെ കുറേ ലൈറ്റ്സും ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ റൂമിൽ എത്തി. എൻ്റെ റൂം അപ്പുറത്തായിരുന്നു. അപ്പോൾ ദേ നമ്മൾ റൂമിൽ കയറി ഫ്രഷായി ചേഞ്ച് ചെയ്തു. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അപ്പം അമ്പലത്തിലേക്ക് ഇതാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഗായ്സ്. നടന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ആദുമി ഓട്ടാണ്. അപ്പോൾ ഇത് എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. രാത്രി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ അമ്പലത്തിൽ എത്തി. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ് ഗായ്സ്. അങ്ങനെ ഇത് അപ്പുറം ഒക്കെ ലോഡ്ജ് ഉണ്ടായിരുന്നു. അപ്പുറത്തൊക്കെ ലോഡ്ജും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ദേ നമ്മളൊരു കൗണ്ടർ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ബോർഡൊക്കെ വായിച്ചു. അപ്പം ഇവിടെ ഇംഗ്ലീഷിലും തമിഴിലൊക്കെയാണ് ബോർഡ് എഴുതിയത്. അപ്പോൾ ദേ നമ്മൾ ഓരോ ബോർഡ്സും കാര്യങ്ങളൊക്കെ വായിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു ഉത്സവം പോലത്തെ എന്തോന്നും ഉണ്ടായിരുന്നു. കറക്റ്റ് നെയിം എനിക്കറിയില്ല. ദേവീനൊക്കെ ഈ രഥോത്സവം പോലത്തെ എന്തോ സംഭവമാണ്. അപ്പോൾ ദേവീനൊക്കെ ഇങ്ങനെ രഥോത്സവത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അപ്പോൾ കുറേ ആളുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു സെൽഫി എടുത്തു. അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി നമ്മളിവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പം കഷായം വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കഷായമൊക്കെ കിട്ടി. നമ്മളതൊക്കെ കുടിച്ചിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. അമ്പലത്തിൽ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോണ ആ ഒരു സ്ഥലം. അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇത് നമ്മൾ അമ്പലത്തിൽ ഫുഡ് കിട്ടി. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പായസം, ചോറ്, കറി, വെള്ളം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.